ഹാങ് ഓവർ ഏതൊക്കെ തരത്തിലാണ് താങ്കളുടെ സിനിമയിൽ ബാധിച്ചിരിക്കുന്നത്, ഗുണമായിട്ടും ദോഷമായിട്ടും? എന്നെ സിനിമയിൽ അച്ഛൻ ഒരു രീതിയിലും സ്വാധീനിച്ചിട്ടില്ല. കാരണം സുകുമാരൻ എന്ന് പറയുന്ന നടനെ ഞാൻ ആ നടൻ എന്നെ സ്വാധീനിച്ചിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ്, ഞാൻ കേട്ടു പഠിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ്, ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് എൻ്റെ അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആ വ്യക്തിത്വത്തിന്റെ സ്വാധീനം അത്രത്തോളം ശക്തമായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഞാൻ അറിയാതെ ഞാൻ എന്ന അഭിനേതാവിൽ സുകുമാരന്റെ സ്വാധീനം കടന്നുകൂടിയേക്കാം. പക്ഷേ ആസ് ടു പ്രൊഫഷണൽസ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടറും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറും വളരെ വ്യത്യസ്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനാണ് എന്നെ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അച്ഛനാണ് എന്നെ സത്യം പറയാൻ പഠിപ്പിച്ചത്. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛനാണ് എന്നെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത്. അച്ഛനാണ് എനിക്ക് ലിറ്ററേച്ചർ എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്. അച്ഛനാണ് എന്നെ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച അച്ഛനാണ്. ഭാഷ എങ്ങനെ പ്രയോഗിക്കണം എന്നെ പഠിപ്പിച്ചത് അച്ഛനാണ്. അപ്പൊ ആ രീതിയിൽ സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്റെ ഐഡൽ. പക്ഷെ സത്യം പറയണമെന്ന് താങ്കളെ അച്ഛൻ പഠിപ്പിച്ചു. പക്ഷെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞുകൂടാ എന്ന് താങ്കൾക്ക് ബോധ്യമായോ? അത് വളരെ നേരത്തെ എനിക്ക് ബോധ്യമായി. എല്ലാ സത്യങ്ങളും നല്ല അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഒട്ടുമിക്ക സത്യങ്ങളും പറഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും സത്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. താങ്കൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മുതിർന്നവരോടൊക്കെ ബഹുമാനമുള്ള ഒരാളായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. പക്ഷെ താങ്കളെ കുറിച്ചുള്ള പൊതു സമൂഹത്തിന്റെ വിചാരം അങ്ങനെയല്ല. അതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. ഒരിക്കല് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പോലെ ആയിരിക്കണം ഈ മലയാള സിനിമയിലെ രീതി എന്ന് താങ്കൾ ഒരിക്കലും അഭിപ്രായപ്പെട്ടു. സീനിയേഴ്സിന്റെ കാര്യത്തിലാണ് താങ്കൾ അത് പറഞ്ഞത്. പക്ഷെ സീനിയർ ആയിട്ടുള്ള മാത്യു ഹെയ്ഡനും ഷെയ്ൻ ബോണും മഗ്രാത്തും ഒക്കെ പോയതിനു ശേഷം കുറച്ച് ക്ഷീണമാണ് ടീമിനുണ്ടായത്. അപ്പൊ ആ കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായത്തിനൊരു മാറ്റമുണ്ടോ? ഒരു കാരണവശാലും മാറ്റമില്ല. ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പോലെ ആകരുത് മലയാള സിനിമ എന്നാണ്. ഞാൻ ഇന്നും പറയുന്നു, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പോലെ ആകരുത് മലയാള സിനിമ. കാരണം നമുക്ക് മഹാരഥന്മാരായ മമ്മൂക്കയും ലാലേട്ടനും അതുപോലെയുള്ള ഒരുപാട് നടന്മാരും ടെക്നീഷ്യൻസും എല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ അവരൊക്കെ നാളെ അവരുടെ നായക സ്ഥാനത്ത് അഭിനയിക്കാൻ സാധിക്കാത്തൊരു സമയം വരും. അന്ന് മലയാള സിനിമ അന്യാധീനപ്പെട്ടു പോകരുത്. അതായത് ഈ ക്രിക്കറ്റുമായിട്ടുള്ള താരതമ്യത്തിനകത്ത് ചില പ്രശ്നങ്ങളില്ലേ? ക്രിക്കറ്റിൽ കുറെ നാൾ അവർ കളിക്കുന്നു, 10 അല്ലെങ്കിൽ അങ്ങേയറ്റം 20 വർഷമോ കളിച്ചിട്ട് അവർ റിട്ടയർ ചെയ്യുന്നു. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ അങ്ങനെ ആകണമെന്ന് താങ്കൾ നിർദ്ദേശിക്കുന്നുണ്ടോ? ഒരു 4-5 ആക്ടേഴ്സിന് മാത്രമാണ് അവരുടെ പേരിൽ കാര്യമായ ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്നും. അതിലൊരാൾ ഞാനാണെന്നുള്ളത് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ ഈ 4-5 പേർ പോരാ. കാരണം നാളെ ഈ 4-5 പേരിൽ ഒരു 3-4 ആൾക്കാർ നായകന്മാരല്ലാതായാൽ അന്ന് വാണിജ്യപരമായി നമുക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രോജക്റ്റുകൾ മലയാളത്തിൽ ഇല്ലാതെ തന്നെയാകും. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇവിടെയുള്ള എല്ലാ തിയേറ്ററുകളിലും ഹിന്ദിയും തമിഴും പടങ്ങൾ മാത്രമായി പോകും. ഇപ്പോൾ ഞാൻ ക്രിക്കറ്റിനെ പറ്റി പറയാം. 4 വേൾഡ് കപ്പുകൾ അടുപ്പിച്ച് ജയിക്കുകയും ICC റാങ്കിങ്ങിൽ രണ്ടാമത്തെ ടീം തമ്മിൽ ഏതാണ്ട് 78 പോയിന്റിന് മുകളിൽ ഡിഫറൻസ് ഉണ്ടാകുകയും ചെയ്ത് നിലനിന്നിരുന്ന ക്രിക്കറ്റ് ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന വേൾഡ് ചാമ്പ്യൻസ്. അവിടുന്ന് അവരുടെ ഒരു 4-5 മഹാരഥന്മാർ ഒരുമിച്ച് റിട്ടയർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സജീവമായി ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ 1.5 വർഷത്തെ സ്പേസിലാണ് ഓസ്ട്രേലിയ നമ്പർ 4ലേക്ക് വന്നത്. 1.5 വർഷത്തെ സ്പേസിലാണ് ഓസ്ട്രേലിയ ബംഗ്ലാദേശിന്റെ അടുത്ത് 2 മാച്ചസ് തോറ്റത്. 1.5 വർഷത്തിലാണ് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിന്റെ അടുത്ത് 6 മാച്ച് തോറ്റത്. കോമൺവെൽത്ത് ആലൻ ബോർഡർ ട്രോഫി ഓസ്ട്രേലിയക്ക് കിട്ടാതെ പോയത് 18 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ആ ഒരു അവസ്ഥ മലയാള സിനിമയ്ക്ക് ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ താരതമ്യം പറഞ്ഞത്. ഇപ്പൊ താങ്കൾ ആദരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള നായക നടന്മാർ അവരുടെ പ്രായത്തിനൊത്ത വേഷങ്ങളല്ല ഇപ്പോൾ ചെയ്യുന്നത് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവണം, അത്തരത്തിലുള്ള കഥകൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ നിർമ്മിക്കപ്പെടണം. നമ്മൾ ലാലേട്ടനെയും മമ്മൂക്കയും പോലെയുള്ള മഹാനടന്മാരെ ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ താങ്കൾക്കറിയാവുന്നതുപോലെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ഒരു സിനിമയുടെ പ്രോജക്റ്റിൽ അവരുടേതായിട്ടുള്ള സേ ഉണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് ഗുണപരമായ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലേ? കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളത് അതിനുത്തരം പറയാൻ അവർ തന്നെയായിരിക്കും എന്നേക്കാൾ യോഗ്യന്മാർ. അല്ല, താങ്കൾക്ക് അതിൽ വിശദീകരിക്കാൻ വിഷമമുണ്ടാവും. എങ്കിലും താങ്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ കാര്യത്തിൽ? എനിക്ക് വിശദീകരിക്കാൻ വിഷമമില്ല. കാരണം എനിക്ക് വിശദീകരിക്കാൻ എന്താണ് അവരുടെ ചിന്ത എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലാലേട്ടനും മമ്മൂക്കയും ചെയ്യുന്ന മിക്ക സിനിമകളും അവരുടെ സ്റ്റാച്ചറിനും അവരുടെ പ്രായത്തിനും ആസ് ആക്ടേഴ്സ് അവരുടെ ഒരു ഡയമെൻഷനും
അനുയോജ്യമായ സിനിമകളല്ല. പറഞ്ഞാൽ ശരിയാണ്, അവർക്ക് ഒരു തീരുമാനമെടുത്ത് അത്തരത്തിലുള്ള സിനിമകൾ മാത്രമേ അവരിനി ചെയ്യൂ എന്നവർക്ക് തീരുമാനിക്കാം. എന്തുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തി അത്തരം സിനിമകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് അവരുടെ ചിന്തയായിരിക്കും, അവരുടെ തീരുമാനങ്ങളായിരിക്കും, അതല്ലെങ്കിൽ മറ്റു സമ്മർദ്ദങ്ങളായിരിക്കും. ഇനി ഒരു 20 വർഷം കഴിഞ്ഞ് താങ്കൾക്ക് മോഹൻലാലിന്റെ പ്രായമാവുമ്പോൾ താങ്കൾ അത്രയും പ്രധാനപ്പെട്ട ഒരു നായക നടനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറയൂ. ഞാൻ ഇന്നത്തെ പൃഥ്വിരാജ് തന്നെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ പ്രായത്തിന് അനുയോജ്യമായ സിനിമകളെ ചെയ്യുള്ളൂ. പിന്നെ അതിനേക്കാൾ ഒരു വലിയ കാര്യം സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി 20 വർഷം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സിനിമാ പ്രേക്ഷകർ അന്ന് എന്നെ ഒരു മരം ചുറ്റി പ്രണയം അഭിനയിക്കാൻ അനുവദിക്കില്ല. കാരണം പ്രേക്ഷകർ അത്രയും സിനിക്കലായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവരെക്കാൾ മുൻ അതിന് തയ്യാറെടുക്കേണ്ടത് ഞാനാണ്. തീർച്ചയായിട്ടും ഞാനൊരിക്കലും എനിക്ക് അനുയോജ്യമല്ലാത്തൊരു കഥാപാത്രമോ എനിക്ക് അനുയോജ്യമല്ലാത്തൊരു സിനിമയിലോ ഞാൻ അഭിനയിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന നടന്മാരുടെ പ്രാധാന്യം കുറയണമെന്നല്ല. പ്രാധാന്യം ഒരിക്കലും കുറയില്ല. അവർ തന്നെ ആയിരിക്കും സൂപ്പർ സ്റ്റാറുകൾ. പക്ഷേ അവർ ചെയ്യുന്ന സിനിമകളുടെ രീതി, അവർ ചെയ്യുന്ന സിനിമകളുടെ സ്വഭാവം മാറേണ്ടതാണ്. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ വിവാദമാകും. റോഡിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ ഇത് വിവാദമാകില്ല. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇപ്പോഴും കൈ നിറയെ പടങ്ങളാണ്. അതിന്റെ അർത്ഥം അവർക്ക് കൊമേഴ്ഷ്യലായിട്ട് അതിന്റെ വാല്യൂ ഇപ്പോഴും ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും ജനങ്ങള് ഒരുപക്ഷെ അത്തരം റോളുകളിലും അവരെ സ്വീകരിക്കുന്നു എന്നാണ്. പൂർണ്ണമായും തള്ളിക്കളയാണെന്നുണ്ടെങ്കിൽ ആരും അവരെ വെച്ച് അത്തരം സിനിമകൾ ചെയ്യാൻ ധൈര്യപ്പെടില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ മാറി നിൽക്കണം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. കാരണം നമ്മുടെ സിനിമ ആസ്വാദന നിലവാരം തന്നെ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമല്ല. ഇന്ന് പരാജയപ്പെടുന്ന സിനിമകളെ പറ്റി മറന്നേക്കും. ഇന്ന് വിജയിക്കുന്ന സിനിമകൾ തന്നെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് അന്യഭാഷകളിൽ തമിഴിലും തെലുങ്കിലും ഒക്കെ കണ്ട് നമ്മൾ പുച്ഛിച്ചിരുന്ന തരത്തിലുള്ള പല സിനിമകളും ഇന്നിവിടെ വൻ വിജയങ്ങളായി തീരുന്നുണ്ട്. പേരുകൾ ആവശ്യപ്പെടരുത്, കാരണം പറയാതിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ വിജയിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിനൊരു വലിയ സമ്മർദ്ദമാണ്. അങ്ങനെ ഒരു സിനിമ വിജയിച്ചൊരു നിർമ്മാതാവിന് ഇൻവെസ്റ്റ് ചെയ്ത പൈസയും മുടക്കുമുതലും അതിന്റെ പലിശയും ചേർത്ത് കിട്ടിയാൽ ആ നിർമ്മാതാവ് അടുത്തത് നിർബന്ധിതനാകുന്നത് വീണ്ടും അങ്ങനെ ഒരു സിനിമ ചെയ്യാനാണ്. നേരെ മറിച്ച് കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമ ഇവിടെ 6 കോടി രൂപ ലാഭം കിട്ടുന്ന സിനിമയാകട്ടെ, അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ സംഭവിക്കും. വാനപ്രസം എന്ന് പറയുന്ന സിനിമ 200 ദിവസം ഓടി 5.5 കോടി രൂപ ഗ്രോസ് വരുന്ന ഒരു സിനിമയാകട്ടെ, അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ സംഭവിക്കും. അപ്പൊ ഇത് പ്രേക്ഷകൻ ആദ്യം അവരുടെ സിനിമാ നിരീക്ഷണ രീതി, സിനിമ ആസ്വാദന രീതി മാറ്റണോ, അതല്ല നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ ആദ്യം മാറ്റണോ എന്നുള്ളത് ഏതാണ് ആദ്യം സംഭവിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് വളരെ പെട്ടെന്ന് മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എസ്തെറ്റിക്സ്, കലാമൂല്യമെല്ലാം വളരെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സൂപ്പർ സ്റ്റാർ പദവി മാറ്റിവെച്ചാൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയെയും അഭിനേതാക്കൾ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളം, ഇന്ത്യ എന്നൊക്കെ മറന്നേക്കൂ. സത്യസന്ധമായി ഇവരെ നടന്മാർ എന്ന നിലയ്ക്ക് നമ്മൾ കാണുകയാണെങ്കിൽ ലോക സിനിമയിലെ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഉണ്ടാകും. ഔട്ട്സ്റ്റാൻഡിംഗ് ആക്ടേഴ്സ് ആണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒരു സോ കോൾഡ് ഇപ്പൊ ഇന്ന് നിലവിലുള്ള ഹോളിവുഡിലെ ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ആക്ടേഴ്സ്, ഇപ്പൊ ടോം ഹാങ്ക്സ് അല്ലെങ്കിൽ ഡസ്റ്റിൻ ഹോഫ്മാൻ, റസൽ ക്രോ എന്നൊക്കെ പറയുന്ന ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും ഒരു സിനിമ 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ ചെയ്ത് ആ കാലഘട്ടം മുഴുവൻ ഒരു കഥാപാത്രമായി ജീവിച്ച് അതിനുവേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്ത് ഈ റിസർച്ചിനും ഹോംവർക്കിനും എല്ലാം അവർ റെമ്യൂണറേറ്റ് ചെയ്യപ്പെട്ട് അങ്ങനെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന നടന്മാരാണ്. ലാലേട്ടനും മമ്മൂക്കയും ഇന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് ഒരു സിനിമയുടെ തീർത്ത് നാളെ രാവിലെ അടുത്ത സിനിമയ്ക്ക് ജോയിൻ ചെയ്യാൻ നിർബന്ധിതരാകുന്ന നടന്മാരാണ്. അങ്ങനെയാണ് നമ്മുടെ സിനിമാ വ്യവസായം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പാരഫെർണേലിയ ചുറ്റിനും നിർത്തി അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ അവരെ ജക്സ്റ്റപ്പോസ് ചെയ്ത് നോക്കുമ്പോൾ അവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അവർക്കുള്ള കാലിബറും ടാലന്റും ഉള്ള നടന്മാർ ലോകത്ത് തന്നെ എണ്ണാവുന്നതാണ്.